വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ വിജു കൃഷ്ണൻ, സ്പെസിഫിക് ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കസ്റ്റഡിയിൽ എടുക്കാനുള്ള തീരുമാനമുണ്ടായത് എന്നാണ് ഗുജറാത്ത് പോലീസിൻ്റെ വിശദീകരണം. അങ്ങനെ പോലീസിന് സംശയം തോന്നത്തക്ക അല്ലെങ്കിൽ കൃത്യമായ വിവരം ലഭിക്കത്തക്ക കാരണം എന്താണ്? ഇതുവരെ എല്ലാവരും മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജിഗ്നേഷ് മേവാനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിനുമപ്പുറത്ത് എന്തെങ്കിലും കാരണമുണ്ടോ? ഒരു കാരണവുമില്ല. ഇത് കൃത്യമായിട്ട് ഈ BJP RSSൻ്റെ ഹിന്ദുത്വ അജണ്ട അതിനെതിരെ ഒരു പ്രക്ഷോഭം ഉയർന്നു വരുന്നുണ്ട്. ആ പ്രക്ഷോഭത്തിനെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമമാണിത്. ഇപ്പോൾ ഗോരക്ഷയുടെ പേരിൽ പ്രധാനമന്ത്രിൻ്റെ പിറന്നാളിന് തൊട്ട് മുമ്പ് ഗുജറാത്തിൽ അഹമ്മദാബാദിൽ മുഹമ്മദ് അയ്യൂബ് എന്ന് പറയുന്ന ഒരു യുവാവിനെ കൊല്ലപ്പെട്ട ഒരു സംഭവം നടന്നു. അതിനു മുമ്പ് ഹരിയാനയിൽ മേവാത്തിൽ ഈദിൻ്റെ ബക്രീദിൻ്റെ അന്ന് ബിരിയാണി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓർഡർ അവിടുത്തെ സർക്കാർ കൊണ്ടുവന്നു. ഡൽഹിയിൽ 2 ആൾക്കാർക്കെതിരെ ഗോരക്ഷയുടെ പേരിൽ ഈ കഴിഞ്ഞ ദിവസമാണ് വളരെ ക്രൂരമായി മർദ്ദനമേറ്റത്. അപ്പോൾ ഇത് ആ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാനില്ല. അതിനെതിരെ ഒരു ഐക്യം, വ്യാപകമായ ഒരു ഐക്യം കെട്ടാൻ ഉള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഒട്ടാകെ ഇവർക്കെതിരെ ഒരു പ്രക്ഷോഭം വളർന്നു വരുന്നുണ്ട്. ഇന്ന് ജിഗ്നേഷ് മേവാനി അറസ്റ്റായപ്പോഴും മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ, വേറെ നഗരങ്ങളിൽ ഇതിനെതിരെ ഒരു പ്രക്ഷോഭം, ഒരു പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ അതിനെതിരെ ഒരു അടിച്ചമർത്തലായിട്ട് മാത്രമേ നമ്മൾ ഇതിനെ കാണുന്നില്ല. ശ്രീ ജയന്ത് ജേക്കബ്, ഇത് പക്ഷേ ഒരു വലിയ ഗൗരവമുള്ള വിഷയമായി ദേശീയ തലത്തിൽ BJP കാണുന്നില്ല എന്ന ഒരു തോന്നലുണ്ടോ? കാരണം അതായത് ഈ ദളിത് പ്രക്ഷോഭങ്ങളെ ഇവിടെ ഇപ്പോൾ ഈ അറസ്റ്റ് അല്ലെങ്കിൽ ഈ കരുതൽ തടങ്കലിൽ വയ്ക്കാനുള്ള നടപടിയൊക്കെ ധൈര്യമായി സ്വീകരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് എന്നത് ഓർക്കണം. ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നതാണ്. ഒരുപക്ഷെ പട്ടേൽ സമരത്തെ കൈകാര്യം ചെയ്ത രീതിയിലല്ല ദളിത് പ്രക്ഷോഭങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. പട്ടേൽ സമരത്തിന് ശേഷം അവർക്ക് നൽകിയ ആനുകൂല്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. കാര്യം അവരിൽ പലരും കസ്റ്റഡിയിലുണ്ടായിരുന്നു എങ്കിലും ആ സമരത്തെ കൈകാര്യം ചെയ്ത രീതിയിലല്ല ദളിത് പ്രക്ഷോഭങ്ങളെ ഇവർ കൈകാര്യം ചെയ്തത്. ഇതൊരു വലിയ പ്രശ്നമായി കാണുന്നില്ല ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോഴും എന്നത് എന്ത് ലക്ഷ്യം വെച്ചാണ് BJP ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ കൂടി പ്രേരിപ്പിക്കുന്നില്ലേ? പക്ഷേ എനിക്ക് തോന്നുന്നത് എന്തിനെ കമ്പയർ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പം മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തെ ദളിതിൻ്റെ ആക്രമണവുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രധാനമന്ത്രി കൃത്യമായി ദളിതരുടെ ആക്രമണത്തെ കാര്യത്തിൽ പറഞ്ഞു, നിങ്ങൾ അവരെ ആക്രമിക്കുന്നവരെ എന്നെ ആക്രമിക്കുക. എന്നാൽ ഒരു മുസ്ലിം ആക്രമണത്തിൽ അത്ര കൃത്യമായി പ്രധാനമന്ത്രി പറഞ്ഞില്ല. അതുകൊണ്ട് ദളിത് കാര്യങ്ങളിൽ പ്രധാനമന്ത്രി ശക്തമായൊരു അഭിപ്രായം പറഞ്ഞില്ല എന്നതിനോട് എനിക്ക് യോജിപ്പില്ല. രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പട്ടേലിൻ്റെ കാര്യം അത് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു ഗുജറാത്ത് രാഷ്ട്രീയത്തിൻ്റെ കണക്കൂട്ടൽ അങ്ങനെയാണ്. ഉദാഹരണത്തിന് പട്ടേലുകൾ കോൺഗ്രസിൽ നിന്ന് പോകുന്നതാണല്ലോ BJPയെ കോൺഗ്രസ് ഗുജറാത്തിൽ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. പിന്നെ അങ്ങനെയാണല്ലോ ഗുജറാത്തിൻ്റെ ഇതെന്ന് പറയുന്നത്. പക്ഷേ രാഷ്ട്രീയപരമായി ഒരു കാസ്റ്റ് ഇക്വേഷനും അരിത്തമെറ്റിക്കും ഒക്കെ നോക്കുമ്പോൾ BJP ഏതെങ്കിലും കാരണത്താൽ ദളിതുകളെ അകറ്റുന്നത് BJP ഗുണകരമായ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടാകുന്നില്ല. അടുത്തതെന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ വരുന്ന ഇലക്ഷനാണ്. അവിടെ ഒരു പക്ഷേ പോളറൈസേഷൻ്റെ പേരിൽ നോക്കിയാൽ തന്നെ മുസ്ലിങ്ങളും ദളിതുകളും ചേർന്ന് 40% വോട്ടുള്ളൊരു സംസ്ഥാനമാണ്. പക്ഷേ നമ്മൾ ഗുജറാത്തിനെ പറ്റിയാണല്ലോ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഗുജറാത്തിൽ ദളിതിൻ്റെ ഭൂരിപക്ഷം നമ്പറുകൾ വലുതല്ല, 7% മാത്രമേ ഉള്ളെങ്കിൽ കൂടിയും ഇതിന്റെ പ്രതിഫലനങ്ങൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലും സംഭവിക്കാനിരിക്കുന്നതാണല്ലോ. ഇതിൻ്റെയൊക്കെ പ്രതിഫലനം ആ ഉത്തർപ്രദേശിലും പ്രകടമാവില്ലേ എന്നതാണ് എൻ്റെ സംശയം. കാരണം ദളിത് ഉണർവ് എന്നത് അല്ലെങ്കിൽ ആ പിന്നോക്ക രാഷ്ട്രീയം എന്നത് എല്ലായിടത്തും ഏതാണ്ട് ഒരുമിച്ച് സംഭവിക്കുന്ന ഒന്നായാണ് കാണാൻ കഴിയുന്നത്. ഹർഷൻ, എനിക്ക് തോന്നുന്നത് 2 വശമുണ്ട്. ഉദാഹരണത്തിന് ഈ ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങളും ദളിതുകളും ചേർന്ന് 40% ഉണ്ട്. ഒരു ശക്തമായൊരു പോളറൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഈ 60% മതിയെന്ന് BJP തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ BSPയും SPയും കൃത്യമായിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വോട്ട് ചോദിച്ചു പോകുന്ന 2 പാർട്ടികളാണ്. അന്നേരം അരിത്തമെറ്റിക് കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ ഇല്ലെങ്കിൽ തന്നെ പോളറൈസേഷൻ ഉണ്ടെങ്കിൽ BJPക്ക് രക്ഷപ്പെടാമല്ലോ, അല്ലെങ്കിൽ കൃത്യമായ സീറ്റുകൾ കിട്ടാമല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നത് BJP കഴിഞ്ഞ 2014 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദളിത് വോട്ട് കിട്ടിയ രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതിനുശേഷം ഭാരതീയ ജനതാ പാർട്ടി ദളിതുകളെ കൊണ്ടുവന്ന് ഈ ലാർജർ ഹിന്ദു ഫോൾഡിൽ ദളിതുകളുണ്ടെന്നും എന്നാൽ OBC
ഉൾപ്പെടുന്ന ഒരു OBC പ്രൈം മിനിസ്റ്ററുള്ള രാജ്യമാണ്, നേരത്തെ പോലെ അല്ലല്ലോ. അതുകൊണ്ട് ഒരു വിശാലമായൊരു ഹിന്ദു കുടുംബത്തെ കാണിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് BJP കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ദളിതുകൾക്ക് ഒരു പരിധിക്കപ്പുറം അവരെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നത് BJPക്ക് രാഷ്ട്രീയപരമായി നേട്ടമില്ലെന്നിരിക്കെ BJP അത് ചെയ്യാനുള്ള സാധ്യത കുറവല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായും. ഡോക്ടർ MP മനോജ്, ഒരുപക്ഷെ ആ നിലയ്ക്ക് BJPക്ക് ഒരു സാധ്യത മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ആത്യന്തികമായി BJPയുടെ രാഷ്ട്രീയം എന്നത്, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം എന്നത് ദളിതുകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നല്ല എന്ന സാഹചര്യമാണോ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത്? കാരണം അതിനുശേഷമുണ്ടാവുന്ന ഈ പ്രശ്നങ്ങൾ, ഈ ഗുജറാത്തിൽ തന്നെ സംഭവിച്ചിരിക്കുന്ന ഉനയിലെ പ്രശ്നം അടക്കം ഉള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ഉയർന്നു വരുന്ന ദളിത് നേതാവിനെ ഈ നിലയ്ക്ക് കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥ ഒക്കെ നമുക്ക് ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ ഒരു വസ്തുത കൂടിയാണോ? ജയന്ത് ജേക്കബ് പറഞ്ഞ കാര്യത്തിൽ അതിനകത്ത് ഒരു ആശയപരമായിട്ട് തന്നെ അതിന് മറ്റൊരു കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. പ്രത്യേകിച്ച് 90കൾക്ക് മുമ്പ് വരെ, അഥവാ മണ്ഡൽ കമ്മീഷനും ബാബറി മസ്ജിദിനും മുമ്പ് വരെ ദളിത് ലീഡേഴ്സിനെ മാത്രമല്ല OBC വിഭാഗങ്ങളിൽപ്പെട്ട നേതൃത്വങ്ങളെയും അവരുടെ ഗുരുക്കന്മാരെയും നമ്മൾ പറയുന്ന ഹിന്ദു പ്രസ്ഥാനത്തിലെ അവർ എങ്ങനെയാണ് കണ്ടിരുന്നത്? നാരായണ ഗുരുവിനെ എങ്ങനെയാണ് കണ്ടിരുന്നത്? അംബേദ്കറിനെ എങ്ങനെയാണ് കണ്ടിരുന്നത്? മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ എങ്ങനെയാണ് കണ്ടിരുന്നത്? നമുക്ക് വ്യക്തമാണ്. അവരോട് കടുത്ത വിയോജിപ്പുള്ള ആശയങ്ങളായിരുന്നു അതുവരെ ഹിന്ദു സംഘടനകൾ ഉണ്ടാക്കിയിരുന്നത്. അതേസമയത്ത് മണ്ഡൽ കമ്മീഷനും ബാബറി മസ്ജിദും വന്നപ്പോൾ വലിയൊരു വിഭാഗം ദലിത്, പിന്നോക്ക, ന്യൂനപക്ഷ ഐക്യം ഇന്ത്യയിലുടനീളം രൂപം കൊള്ളുന്ന ഒരു ഘട്ടം വരികയും SP BSP സഖ്യം ഇന്ത്യയിലൊരു സംസ്ഥാനത്തിൽ അധികാരത്തിലെത്തുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ദളിതരോടും OBCകളോടുമൊക്കെ വലിയ സ്നേഹവും താല്പര്യവും തുടങ്ങിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനു മുമ്പ് വരെ അംബേദ്കറിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്ന പ്രസ്ഥാനങ്ങളല്ല, പിന്നെയാണ് അംബേദ്കറിനെ സ്നേഹിച്ചു തുടങ്ങുന്നത്. നമുക്കറിയാം, ഞങ്ങൾ നാഗ്പൂരിലെ ദീക്ഷാഭൂമിയോടൊക്കെ എങ്ങനെയാണ് ഈ ഹിന്ദു സംഘടനകൾ കണ്ടിരുന്നതെന്ന് ഞങ്ങൾക്കറിയാവുന്നതാണ്. അംബേദ്കറിൻ്റെ ജന്മദിനത്തിൽ ഏപ്രിൽ 14 അവിടെ എത്തുന്ന ദലിതർ അവിടെ മലവിസർജനം നടത്തിയിട്ട് പോകുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നില്ല എന്ന് വരെ പറഞ്ഞിട്ടുള്ള ഹിന്ദു സന്യാസിമാർ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. പക്ഷേ അതിനുശേഷം ഭയങ്കരമായ അംബേദ്കർ സ്നേഹം ഉണ്ടാകുന്നു, വലിയ ആദിവാസി സ്നേഹം ഉണ്ടാകുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യയശാസ്ത്രപരമായിട്ട് എന്താണ് അതിൻ്റെ അടിത്തറ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ അടിത്തറ വർണ്ണ ജാതി വ്യവസ്ഥയല്ലയോ? അതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് ഇപ്പോഴും പറയുന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ 2 ദിവസം മുമ്പത്തെ ഓണത്തിന് എങ്ങനെയായിരുന്നു നമ്മുടെ പാവപ്പെട്ട മാവേലിയോട് ഒരു സമീപനം എങ്ങനെ സ്വീകരിക്കുമായിരുന്നു? ഇവിടുത്തെ ദലിതരോടോ ആദിവാസികളോടോ OBCകളോടോ അല്ലെങ്കിൽ ശൂദ്രരോടോ ഒക്കെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ മാവേലിയെക്കുറിച്ച് പറയുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ സത്യത്തിൽ ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുകയാണ്. അത് ദലിതരുടെയോ ആദിവാസികളുടെയോ വോട്ട് വാങ്ങിച്ചുകൊണ്ട്, OBCകളുടെ വോട്ട് വാങ്ങിച്ചുകൊണ്ട് അവരെ തന്നെ തകർക്കുന്ന, അവരുടെ തന്നെ ആശയങ്ങളെയും അവരുടെ സങ്കല്പങ്ങളെയും അവരുടെ ഗുരുഭൂതന്മാരെയും അവരുടെ ചരിത്രത്തെയും ഒക്കെ ആക്രമിക്കുന്ന ഒരു സംവിധാനമാണ് അതാണ് മനസ്സിലാക്കേണ്ടത്. ബുദ്ധിസത്തെ തകർത്തില്ലേ, ജൈനമതത്തെ തകർത്തില്ലേ, നമ്മൾ ക്രിസ്തുമതത്തെയോ ഇസ്ലാമിനൊന്നും പറയണ്ട, ദ്രാവിഡ മതങ്ങളെ തകർത്തില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ പുനർപരിശോധിക്കുക, നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുവാൻ ഇവിടുത്തെ മാർക്സിയൻ ചിന്തകന്മാരും ഗാന്ധിയൻ ചിന്തകന്മാരും മറ്റ് ജനാധിപത്യവാദികളും ഒരു പുതിയ തരത്തിൽ അന്വേഷിക്കുകയാണ് വരേണ്ടത്. അതിലേക്ക് ദലിതരും പിന്നോക്ക വിഭാഗങ്ങളും ന്യൂനപക്ഷങ്ങളും ഐക്യപ്പെടുന്ന ഒരു പുതിയ സംവിധാനമാണ് നമ്മൾ ഒരുപക്ഷെ ഇനി ഇന്ത്യയിൽ പ്രതീക്ഷിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ വിജു കൃഷ്ണൻ, പ്രധാനമന്ത്രി പ്രക്ഷോഭങ്ങളെ ഭയന്നു തുടങ്ങിയോ എന്ന് ചോദിച്ചാണ് നമ്മൾ ഈ ചർച്ച ആരംഭിച്ചത്. ഒരുപക്ഷെ ഈ പറഞ്ഞ ഈ 2 പേരും, ഇപ്പോൾ ജയന്തും അതിനുശേഷം ശ്രീ മനോജും പറഞ്ഞ ഒരു വിഷയങ്ങളോട് ചേർത്ത് നിർത്തിയാൽ ഇതിന് തൊട്ടും, അതായത് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന സ്ഥിതിവിശേഷമല്ല, ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്ന സ്ഥിതിവിശേഷമല്ല ഇപ്പോൾ എന്ന് വ്യക്തമല്ലേ? പ്രധാനമന്ത്രി മറ്റൊരു തരത്തിലാണ് ഈ വിഷയങ്ങളെ കാണുന്നത്, അല്ലെങ്കിൽ BJP മറ്റൊരു തരത്തിലാണ് ഈ വിഷയങ്ങളെ സമീപിക്കുന്നത് എന്ന് വ്യക്തമല്ലേ?